ഇന്ന് അതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ അതിനെ ആ ദിവസം നോമ്പ് പിടിക്കൽ ബിദ്അത്താണെന്നൊക്കെ പറയുന്നുണ്ട്. നാം ഒന്ന് മനസ്സിലാക്കുക, ഈ നോമ്പ് നമ്മൾ പിടിക്കേണ്ട നോമ്പ് തന്നെയാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഈ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ നോമ്പിന്റെ തെളിവുകൾ തന്നെ. സാന്ദർഭികമായി പറയുകയാണ്, ഇബാദത്തുകൾ ചെയ്യാൻ ലഈഫായ ഹദീസുകൾ തന്നെ നാം മനസ്സിലാക്കിയാൽ മതി. ലഈഫായ ഹദീസുകൾ തന്നെ മതി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന ഗ്രഹിക്കുമാറാകട്ടെ. ഈ നിഷേധിക്കുന്ന ആളുകളില് മഹാന്മാരെക്കാളും വലിയ മഹാന്മാരൊന്നുമില്ലല്ലോ. അത് നമ്മൾ ചിന്തിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ മാസത്തെ ഈ ജനുവരി 28-നാണ് പരിശുദ്ധമായ റജബിന്റെ നോമ്പ്. അല്ലാഹു ഇബാദത്തുകൾ ചെയ്ത് മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജനുവരി 28 ചൊവ്വാഴ്ചയാണ് മിഅ്റാജിന്റെ നോമ്പ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മാത്രമല്ല, റജബ് 27 നോമ്പിനെ കുറിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസുകളുണ്ട്. ഇത് പിടിക്കാതെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എങ്കിൽ ഇങ്ങനെ ഹദീസുകൾ വരുമോ? ലഈഫ എന്ന് പറയുന്നുണ്ട്. ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി ലഈഫായ ഹദീസാണെങ്കിലും മതി. മുഅ്മിനീങ്ങളെ കേട്ടോളിൻ ഒരു ഹദീസ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മനസ്സിലാക്കണേ. മൻ സാമ യൗമ സാബിഅ വ ഇശ്രീന, മൻ സാമ യൗമ സാബിഅ വ ഇശ്രീന മിൻ റജബ കുതിബ ലഹു സവാബു സിയാമി 60 ശഹറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മൻ സാമ യൗമ സാബിഅ വൽ ഇശ്രീന, മൻ സാമ യൗമ സാബിഅ വ ഇശ്രീന. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഏതൊരുവനാണോ മിൻ റജബ, റജബ് മാസത്തിൽ റജബിന്റെ 27ാമത്തെ ദിവസമുണ്ടല്ലോ, ആ ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ കുതിബ ലഹു സവാബു സിയാമി 60 ശഹറാ, അവൻ 60 മാസം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലും വലിയ തെളിവൊന്നും വേണ്ട മുഅ്മിനീങ്ങളെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകൾ ചെയ്യാൻ ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ പാഴാക്കി കളയരുത് മുഅ്മിനീങ്ങളെ. നാളെ സ്വർഗ്ഗത്തിൽ ചെന്നാലും സ്വർഗ്ഗവാസികൾക്ക് ഒരു ദുഃഖമുണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏതാണ് ആ ദുഃഖമെന്നറിയുമോ മുഅ്മിനീങ്ങളെ? നാം മനസ്സിലാക്കണം. അതായത് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇബാദത്ത് ചെയ്തതിന്റെ പേരില് ഒരു ഭാഗ്യത്തിന് നമുക്ക് സ്വർഗം ലഭിക്കുമ്പോ, അതിലൂടെ ചെറിയ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നാം ആസ്വദിക്കുമ്പോ നമുക്കൊരു വിഷമമുണ്ടാകും, പ്രയാസമുണ്ടാകും. അല്ലാഹുവേ, എന്തോ ചെറിയൊരു ഇബാദത്ത് ചെയ്തതിന്റെ പേരില് എനിക്ക് ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ നൽകിയിരുന്നെങ്കിൽ, ദുനിയാവിൽ എത്രയോ സമയങ്ങളാണ് ഞാൻ പാഴാക്കി കളഞ്ഞിരിക്കുന്നത്. ഈ സമയങ്ങളൊക്കെ ഞാനൊന്നൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നതിന് വേണ്ടി, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ എത്രയോ പ്രതിഫലം എനിക്ക് ലഭിച്ചേനെ. എത്രയോ സമയങ്ങളാണ് ഞാൻ പാഴാക്കി കളഞ്ഞതെന്ന് ഓർത്തുകൊണ്ട് നാളെ സ്വർഗ്ഗവാസികൾക്ക് ദുഃഖമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഒരു ദുഃഖത്തിന് കാരണമാകരുത് നമ്മൾ. ഈ ദുനിയാവിൽ നമുക്ക് തന്ന ആയുസ്സുകൾക്കനുസരിച്ച് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക. ആ സമയങ്ങളൊന്നും പാഴാക്കി കളയാതെ ഇബാദത്തുകൾ ചെയ്യാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം നാം ഇബാദത്തുകൾ ചെയ്യുക. ഈ റജബ് മാസത്തിൽ അല്ലേ തന്നെ നോമ്പ് പിടിച്ചാല്, ചുമ്മാ നോമ്പ് പിടിച്ചാലും നിങ്ങൾക്ക് പ്രതിഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ. 27ാമത്തെ ദിവസമല്ലാതെ മറ്റ് സമയങ്ങളിലെല്ലാം നോമ്പ് പിടിച്ചാലും പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവർക്ക് സ്വർഗത്തിൽ ഒരു വലിയ നദി തന്നെ അല്ലാഹു കൊടുക്കുമെന്നാണ്. എങ്ങനെയുള്ള നദിയാണെന്നറിയുമോ? കേട്ടോളിൻ. കാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജന്നതി നഹറൻ യുഖാലു ലഹു റജബുൻ മാഉഹു
അശദ്ദു ബയാളൻ മിനൽ ലബനി വാഹില മിനൽ ഹസലി ഫമൻ സാമ സലാസത അയ്യാമിൻ മിൻ റജബിൻ സഖാഹുല്ലാഹു മിൻ ദാലികൻ നഹർ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി നഹറൻ, അതായത് നിശ്ചയമായും സ്വർഗ്ഗത്തിൽ ഒരു പുഴയുണ്ട്, ഒരു നഹറുണ്ട്. യുഖാലു ലഹു റജബുൻ, ആ പുഴയ്ക്ക് പറയുന്ന പേരാണ് റജബ് എന്നാണ് ആ പുഴയ്ക്ക് പറയുന്ന പേര്. മാഉഹു, ആ പുഴയുടെ വെള്ളമുണ്ടല്ലോ, അശദ്ദു ബയാളം മിനൽ ലബനി, പാലിനേക്കാൾ അതിശക്തമായ വെളുപ്പാണ് ആ വെള്ളത്തിന്. വാഹില മിനൽ അസ്ലി, അതായത് തേനിനേക്കാൾ മധുരമുള്ള പുഴയാണ്. ഫമൻ സാമ സലാസത അയ്യാമിൻ മിൻ റജബിൻ, ആരെങ്കിലും ഉണ്ടല്ലോ 3 ദിവസം ഈ റജബ് മാസത്തിൽ നോമ്പ് പിടിച്ചാൽ സഖാഹുല്ലാഹു മിൻ ദാലികൻ നഹർ, അനുഗ്രഹീതമായ പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ള ആ പുഴയിൽ നിന്ന് അല്ലാഹു ഈ റജബ് മാസത്തിൽ ഒരു 3 നോമ്പ് പിടിക്കുന്നവർക്ക് അല്ലാഹു അതിൽ നിന്ന് വെള്ളം കുടിപ്പിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മാസം നമ്മൾ കൂടുതലായി അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ്. അതുകൊണ്ട് നാം നോമ്പുകളിലായി, ഇബാദത്തുകളിലായി, അദ്കാറുകളിലായി, സ്വലാത്തുകളിലായി ഒക്കെ കഴിഞ്ഞുകൂടേണ്ട ഒരു അനുഗ്രഹീതമായ ഒരു മാസമാണ് റജബ്.